ജന്മദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് അദ്ദേഹം. നാളത്തെ നായകരും ലോകസൃഷ്ടാക്കളുമായ ശിശുക്കളുടെ പ്രാധാന്യവും മഹത്വവും നന്നായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ആസിഫ് അയാർ KS അവർകളെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി CP കൃഷ്ണൻകുട്ടി അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ മുഖത്തും ആ ഒരു ആഹ്ലാദം കാണാനും സാധിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു പ്രചോദനം ഈ കുഞ്ഞു കുട്ടികളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇവിടോട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെയും ഒരു കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വന്നത്. ആ സ്കൂളിൽ പോയിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച്, അന്നത്തെ അതേ പ്രതീക്ഷയും ആ ഒരു സമൂഹ ബോധവും ഒക്കെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇന്ന് പ്രധാനമന്ത്രിയായും പ്രസിഡൻ്റായും ഒക്കെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. അവരവരുടെ ആശയങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ലഭിച്ചെങ്കിലും ആദ്യമായിട്ടാണ് സ്വാഗതം, അധ്യക്ഷനും മുഖ്യ പ്രഭാഷണവും എല്ലാം കുട്ടികൾ തന്നെ ചെയ്തത് കാണാൻ സാധിക്കും. പ്രഭാഷണം എല്ലാം ചെയ്ത സ്വാഗതം, അധ്യക്ഷനും മുഖ്യപ്രഭാഷണവും അതുപോലെ എല്ലാം ചെയ്തിട്ടുള്ള കുട്ടികളുടെ കലാവിരുദ്ധ അല്ലെങ്കിൽ കഴിവെന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ചോദ്യം, കുട്ടികളോടുള്ളൊരു ചോദ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ബഹുമാനപ്പെട്ട നെഹ്റുയുടെ ബർത്ത്ഡേനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളെല്ലാവരും ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു. ഏത് വർഷത്തിലാണ് ബഹുമാനപ്പെട്ട ജവഹർ? കറക്റ്റ് ആൻസറാണ്. പേരെന്താണ് നിങ്ങളുടെ സ്കൂൾ? ഏതാണ്? വിദ്യോദയ കരിപ്പോട് ആണോ? കരിപ്പോട്. ഒരു നല്ല കയ്യടി. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടന്ന ശിശുദിനാഘോഷവും റാലിയും ഇന്നത്തെ ദിവസത്തെ കൂടുതൽ വർണ്ണാഭമാക്കിയിരിക്കുന്നു. നമുക്കേവർക്കും അറിയാം, കൊടുവായൂരിൽ വെച്ച് ജില്ലാ ശിശുക്ഷേമ സമിതി കുട്ടികൾക്കായി വർണ്ണോത്സവ പരിപാടി നടത്തുകയും ധാരാളം മത്സരങ്ങൾ നടത്തുകയും അവരുടെ വിജയികളെ തിരഞ്ഞെടുക്കുകയും ഇതാ മത്സരദാനവും ഇന്നിതാ കഴിഞ്ഞു. തെക്കുനാടു വടക്കോട്ടൊക്കെ ചുടുചോര കണ്ടു പൊയ്ക, പടിഞ്ഞാറ് തറമുറ്റത്തെ കുലദേവിയ കണ്ട കളമൊഴി കളി പറയും മൊഴി. എന്താ കളി പറയും മൊഴി? അതാ ഉറക്കെ പറയേ. ഏതാണ് കളിമൊഴി?
വരി മനസ്സിലായല്ലോ. പോലും മഴ കളമധുരം മൊഴി കളമൊഴി കളി പറയും മൊഴി കളി